ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഒരു 7-7:30 ആകുമ്പോൾ കേട്ടോ ഞാൻ എണീച്ചത്. അപ്പോൾ ഏട്ടൻ എന്നെ ശല്യം ചെയ്തിട്ടാട്ടോ ഞാൻ എണീച്ചത്. അപ്പോൾ ഞാനൊരു ഇച്ചിരി നേരമൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ അടുക്കളയ്ക്ക് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ കണ്ടോ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് എനിക്ക്. എന്തായാലും എണീച്ച് ധാന്യം മിറ്റടിക്കാനുണ്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ വെളിച്ചം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്തായാലും ഇപ്പോൾ. അപ്പോൾ അടുക്കളയ്ക്ക് വന്ന് നോക്കിയപ്പോൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ അടുക്കള. അപ്പോൾ ഇന്നലെ പാത്രമൊന്നും കഴുകിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല രാത്രി നേരത്ത്. അപ്പോൾ അല്ലെങ്കിൽ രാത്രിയായിരുന്നു കേട്ടോ കഴുകിയിരുന്നത്. ഇപ്പോൾ ആ സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല കേട്ടോ. രാവിലെയാണ് എണീച്ചതിന് ശേഷമാണ് കേട്ടോ പാത്രം കഴുകാറ്. അപ്പോൾ പാത്രമൊക്കെ ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കിയിട്ട് വേണം അവിടേക്ക് പോകാൻ. അപ്പോൾ ചായക്ക് ഒന്ന് വെള്ളം വയ്ക്കണം. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒന്ന് രാവിലെ. അപ്പോൾ ആദ്യം ഇതൊക്കെ ചെയ്തിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ എന്തായാലും തുടയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മുടെ അടുക്കള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയാക്കി ഞാൻ തുടച്ച് മിനുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ചായക്ക് വെള്ളം വയ്ക്കാൻ പോവാണ് കേട്ടോ. പിന്നെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കമൻറ്റിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയണം. എന്തെങ്കിലും വീഡിയോ ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എന്നാലേ എനിക്ക് തന്നെ ഈ വീഡിയോ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ചായക്കൊക്കെ വെള്ളം വയ്ക്കാൻ പോവാണ് കേട്ടോ. ചായക്കൊക്കെ വെള്ളം വെച്ചതാ നന്നാക്കി തീയൊക്കെ കത്തിച്ച് ഞാനിതാ പാത്രം കഴുകാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വേഗം പാത്രമൊക്കെ കഴുകി വെച്ചാൽ പിന്നെ എൻ്റെ പരിപാടിയിലേക്ക് പിന്നെ നിങ്ങളൊന്നും വിചാരിച്ചിട്ട് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏട്ടനൊന്നും പോയിട്ടില്ല, ആൾ എണീച്ചിട്ടുമില്ല കേട്ടോ. കാരണം എനിക്ക് പനിയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ എനിക്ക് വയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നും ലീവാക്കി കേട്ടോ. അപ്പോൾ ആൾ കിടക്കുക തന്നെയാണ്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വന്നപ്പോഴാണ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പൊടിയൊക്കെ ഇട്ട് ഒന്ന് മാറ്റി വെക്കണം. പിന്നെ ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 തരത്തിലുള്ള പുട്ടുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 തരത്തിലുള്ള കടികളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കടി അരിപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടന് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു തരത്തിലുള്ള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി തേങ്ങ ചിരവാനുണ്ട്. ഏട്ടനെ ഞാനൊന്ന് കുറച്ച് മുന്നേ ഒന്ന് വിളിച്ചു നോക്കി, ആൾ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അടുപ്പത്തേക്ക് തൂക്കിലൊക്കെ വെള്ളം വയ്ക്കാൻ പോവാണ്. ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
തീയൊക്കെ കത്തിച്ച് കൊടുത്ത് ഇതാ ഞാൻ തേങ്ങ ചിരവാനായിട്ട് നിന്നു കേട്ടോ. ഏട്ടനെ കുറേ നേരം വിളിച്ചിട്ടും വിളി വെക്കാത്തതുകൊണ്ട് പിന്നെ നിവൃത്തിയില്ലാതെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ ഇളകാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അതാ നിവൃത്തിയില്ല. തേങ്ങയൊക്കെ ചിരവി ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചപ്പോൾ കേട്ടോ ഏട്ടനെ എണീറ്റ് വന്നത്. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനിതാ ഇവിടെ ഭയങ്കര വാച്ചിങ്ങിലാണ് കേട്ടോ. അപ്പം ഏട്ടനുള്ള പുട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കുള്ള പുട്ട് ഇതാക്കണേ രാഗി കൊണ്ടാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ബ്ലഡ് കുറവാണ്. അപ്പോൾ ബ്ലഡ് വെക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും എന്നോട് തിന്നാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഏട്ടന് അരിപ്പുട്ടും എനിക്ക് രാഗിപ്പുട്ടും ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും പറയും രാഗി അല്ലെങ്കിൽ മുത്താറി അങ്ങനത്തെ എല്ലാ പേരുകളും അതിലുണ്ട്. എന്താണ് കമൻറ്റിലൂടെ എന്ന് പറയട്ടെ. നിങ്ങളൊക്കെ എന്താണ് വിളിക്കാറ് ഒക്കെ. ചില സമയത്ത് ഞാൻ അമ്മയോട് ഓരോ പേര് പറയുമ്പോൾ നമുക്ക് അതൊന്നും മനസ്സിലാകാറില്ല. അപ്പോൾ അവർ വേറെ എന്തോ ഒരു പേര് പറയും, അത് എനിക്കും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ മുത്താറി കൊണ്ട് പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്താറിപ്പുട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട ഉലുവ ഞാൻ അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കറ്റാർവാഴയ്ക്ക് വന്നതാണ്. കറ്റാർവാഴയും ഉലുവയും കൂടി അരച്ചിട്ട് തലേ തേക്കാൻ പോവാണ് കേട്ടോ. നിറയെ താരം നിറഞ്ഞിട്ട് എനിക്ക് അത് തേക്കുമ്പോൾ കുറവ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ചീത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അത് തലയിൽ പിടിപ്പിച്ചിട്ട് ജലദോഷം പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാതെ ഞാനത് തേക്കാൻ പോവുകയാണ് എന്തായാലും. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഏട്ടന് ഇവിടെ പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് എന്താ അറിയില്ല, പച്ചക്കറീൻ്റെ അടുത്തേക്ക് നോക്കാനോ അല്ലെങ്കിൽ മണം എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പച്ചക്കറീൻ്റെ അടുത്തേക്ക് ഞാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരി കഴുകി ഞാൻ ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഒരു തിളച്ചാൽ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ അരച്ച് വെച്ച തേക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് അടുക്കളയിൽ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഏട്ടൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുട്ടൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പുട്ടും രാഗിപ്പുട്ടും ചായ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ കറി ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ അരച്ച് വെച്ച സാധനം തേക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ രാവിലെ ഞാൻ വെള്ളം കുടിക്കാറുണ്ടായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ ഇപ്പോഴാട്ടോ ഞാൻ കുടിക്കുന്നത്. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ കുടിച്ച് ഞാനിതൊക്കെ ഒന്ന് തേച്ച് വയ്ക്കാൻ പോവാണ് കേട്ടോ. തലയിൽ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ചായയൊക്കെ കുടിച്ച് എണ്ണ തേക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് എവിടേക്കോ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് വെള്ളമൊക്കെ കൊണ്ടുവരാൻ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ 2 പാത്രമൊക്കെ എടുത്ത് ആൾ പോകുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ഏട്ടനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുളിച്ച് വരണം. അപ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കേട്ടോ. അപ്പോൾ ഏട്ടൻ വെള്ളം ഇങ്ങനെ കൊണ്ടുവരട്ടെ, ഞാനിങ്ങനെ ഇരുന്ന് നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ കുളിച്ച് വരട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി ചായ കുടിക്കട്ടെ, നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കിയ കറിയും രാഗിപ്പുട്ടും ചായയൊക്കെ എടുത്ത് വന്ന് ഞാൻ കഴിക്കാനങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗ്യാസൊക്കെ നിറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ നല്ല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നേരത്തിന് കഴിക്കാൻ ഭയങ്കര ഗ്യാസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഇത് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ വീട്ടിൽ നിന്ന് പോയിട്ടോ. ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ചെറിയച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഇളനീരൊന്ന് വെട്ടി തരുമോ ചോദിച്ചപ്പോൾ ചെറിയച്ഛൻ വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മാങ്ങയും പെറുക്കി ആൾ പോവാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും ഞാനിത് കുടിക്കാൻ പോവാണ്. ചായ കുടി കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇത് ഞാൻ കുടിക്കാൻ അങ്ങ് പോവാണ്. ഇപ്പോൾ സമയം ഒരു 1 മണി 2 മണി ആയിട്ടുണ്ടാവും. എന്നിട്ടാണ് കേട്ടോ ഏട്ടൻ വന്നത്. ഏട്ടൻ വന്നതും പോയതും ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയും പിന്നെ തണുപ്പുള്ള വെള്ളം കൂടി കേട്ടോ കൊണ്ടുവന്നത്.
അപ്പോൾ ഞാനതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഉറങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതാ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ മിറ്റടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ മിറ്റൊക്കെ ഇപ്പോൾ ചെറിയ ഇരുട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായോ?